ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഗോതമ്പ് പൊടി കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ചെറിയൊരു ചൂടോടുകൂടി കഴിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. തണുപ്പിച്ച് കുടിക്കുന്ന ഡ്രിങ്ക് അല്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണിൽ ഓൾ എന്ന് വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒട്ടും കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതേപോലെ ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു പാത്രം ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 1.5 ചെറിയ ഉള്ളിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് വറവിട്ടിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വറവിട്ടാൽ മാത്രം മതി കേട്ടോ, ഒത്തിരി നേരം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഞാൻ ഏകദേശം 1/4 കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എത്രയാണോ പാലെടുക്കുന്നത് അതിൻ്റെ പകുതി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിത് വീട്ടിലുണ്ടാക്കിയ കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ. നല്ല സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ വേണ്ടവരൊക്കെ ഒന്ന് നോക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഏലക്കായ് പൊടിച്ചതില്ലെങ്കിൽ 2 ഏലക്കായ് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ചെറിയൊരു പീസ് പട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ കുടിക്കുന്ന ടൈമിൽ ഈ പട്ട എടുത്ത് മാറ്റിയിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പഞ്ചസാരയും പാലും നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ പാല് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കത് തിക്കാക്കിയിട്ട് എടുക്കാനായിട്ട്. ഗോതമ്പ് പൊടി നന്നായിട്ട് വെന്ത് കിട്ടിയാൽ മാത്രമേ അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഫ്ലെയിം ഒത്തിരി കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ കുറുക്കി എടുക്കുകയാണെങ്കിൽ അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ഗോതമ്പ് പൊടിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ മുന്നിട്ടിട്ട് നിൽക്കും. നമ്മൾ ഈ ഗോതമ്പ് പൊടി കലക്കിയ ടൈമിൽ തന്നെ ഒന്ന് ടേസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിലൊരു ഗോതമ്പ് പൊടിൻ്റെ ടേസ്റ്റ് ആയിരിക്കും തോന്നുക. പക്ഷേ നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ട് നന്നായിട്ട് തന്നെ കുറുക്കിയിട്ട് ഗോതമ്പ് പൊടിയൊക്കെ നന്നായിട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല പെർഫെക്റ്റ് കണ്ടീഷനിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് കുറുക്കിയെടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ അതിവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി. കാരണം നമ്മളിനി ചൂട് തണയുമ്പോൾ ഇതൊന്നും കൂടി കട്ടിയായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് വറവിട്ടിട്ട് എടുക്കാനും കൂടി ഉണ്ട്. കറക്റ്റ് ഈ ഒരു പാകത്തിൽ എടുക്കാം, എങ്കിലേ നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇനി ഞാനിത് വറവിടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒത്തിരി നെയ്യ് ഒഴിച്ച് കൊടുക്കണ്ട, കാരണം നമ്മൾ ഓൾറെഡി ഒഴിച്ചതാണ്. അതിലേക്ക് ചെറിയൊരു പീസ് ചെറിയ ഉള്ളി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സാധാരണ നമ്മൾ വറവിടുന്ന പോലൊക്കെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ഉണക്കമുന്തിരി ഇട്ടിട്ട് ഒന്ന് വറവിട്ടിട്ട് എടുക്കാം. അത് നേരെ നമ്മുടെ ഡ്രിങ്കിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. നമ്മുടെ ഡ്രിങ്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ സെയിം ഡ്രിങ്ക് വേണമെങ്കിൽ മൈദപ്പൊടി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നല്ല കളർ ഉണ്ടാവും. ഇതിപ്പോൾ ഗോതമ്പ് പൊടി ആയതുകൊണ്ടാണ് കുറച്ചൊരു വെള്ള കളറിന് വ്യത്യാസമുള്ളത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ഡ്രിങ്കാണിത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു.